ഹായ്, ഇന്ന് ഞാനിവിടെ കാച്ചിൽ പുഴുങ്ങുന്ന വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കാച്ചിൽ പുഴുങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാച്ചിലൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഈ തണുപ്പ് സമയം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കിട്ടത്തുള്ളൂ. ഈ കാച്ചിലെന്ന് പറയുന്നത് ഞാൻ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചാണ്. അത് കാണാതെ നിന്നാണ് വാഴക്കിടയ്ക്ക് നിന്ന് ഒരു കാച്ചിൽ ഇന്നലെ കിട്ടിയപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കാച്ചിലൊക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിൽ വരണം. വർഷത്തിലൊരിക്കലൊക്കെ അല്ലെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ വെള്ള കാച്ചിലാണ് ഞങ്ങളുടെ ഇവിടെ കിട്ടുന്നത്. ചുമന്ന കാച്ചിലൊന്നും കിട്ടാറേ ഇല്ല. അതൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി, അതൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് കാച്ചിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. വല്ലപ്പോഴും കിട്ടുന്ന സാധനമായതുകൊണ്ട് അത് ഞാൻ പല വീഡിയോയിലേക്കകത്തും പറയാറുണ്ട്. പല സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടാറില്ല. കപ്പ, കാച്ചിൽ, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര സന്തോഷമാണ്. കിട്ടിയല്ലോന്ന്, അതുകൊണ്ട് അത് ആർത്തിയോടെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചേനയും. ചേനയെന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ട് വർഷങ്ങളായി. ചേനയെന്ന് പറയുന്നൊരു സാധനമില്ല, കിട്ടും ഇവിടെ. പക്ഷേ ബംഗാളികൾ കൊണ്ടുവരുന്ന ചെറിയ ചേന, അത് ഭയങ്കര ചൊറിച്ചിലാണ്. ചിലപ്പോൾ വെന്തില്ലാന്ന് വരും. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാറേ ഇല്ല. പിന്നെ ചേനയൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായി, വർഷങ്ങളായി. പിന്നെ കാച്ചിൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് ഞാൻ നിങ്ങളെയൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെത്തിയൊന്ന് ഞാനൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പുഴുങ്ങിയെടുക്കണം. ഞാൻ കാച്ചിൽ നിങ്ങൾ ഇങ്ങനെയാണ് പുഴുങ്ങുന്നത് എനിക്കറിയത്തില്ല. ചില വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അത് വേഗമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാനിവിടെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് തന്നെയാണ് കാച്ചിൽ പുഴുങ്ങുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ കൂടി അറിയിക്കുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ പറ്റത്തുള്ളൂ. ഞാനിത് കാച്ചിലൊന്ന് അടുപ്പയിൽ വെച്ച് ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് ഉള്ള ചട്നി തയ്യാറാക്കണം. കാന്താരി ചമ്മന്തി, അതിനായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് കാന്താരി ചമ്മന്തി തയ്യാറാക്കണം. ഞങ്ങൾ എംപിയിലൊക്കെ താമസിക്കുന്നവർക്ക് കാന്താരിയൊക്കെ കിട്ടത്തില്ലെന്നില്ല. കാന്താരി ഉണ്ട് എനിക്ക്, പക്ഷേ ചൂടായപ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോയി. അതുപോലെ തന്നെയാണ് ചെറിയ ഉള്ളിയും കിട്ടാറില്ല. അത് ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മൂട് എടുത്തിട്ടുണ്ട്, ഒരു ചട്നിക്കുള്ളത്. ഇതുപോലെ ഒരു ചമ്മന്തിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് കാന്താരിയൂടെ പറിച്ചെടുക്കണം. കാന്താരി എനിക്കൊരു കൊല്ലയുണ്ട്. ആ ഒരു കൊല്ലയിൽ 5-6 കാന്താരിയുണ്ട്. ഒരു ചമ്മന്തിക്ക് വേണ്ടിയുള്ളതുണ്ട്. അതുകൂടെ പറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം കാച്ചിലിൻ്റെ കൂടെ ഇന്ന് കഴിക്കണം. വളരെ സന്തോഷമാണ് ഇന്ന് കാച്ചിലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ.